So let's continue our discussion of the Newton's laws. Here we have the Newton's second law. Statement നമ്മൾ സാധാരണ പരിചയമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Rate of change of momentum of a body is directly proportional to the applied force and the change takes place in the direction in which the force acts. Okay, so that is quite familiar to us. അപ്പോൾ സെക്കൻഡ് ലോയുടെ നമ്മൾ കണ്ട് ഫസ്റ്റ് ലോയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഡിഫൈൻസ് ഫോഴ്സ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ പറ്റിയിട്ട് ആദ്യ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് ന്യൂട്ടന്റെ ഒന്നാമത്തെ ചലന നിയമത്തിലാണ് അല്ലേ, അലോങ് വിത്ത് ഡിഫൈനിങ് ഇനേർഷ്യ. എന്നാൽ ആ ഡിഫൈൻ ചെയ്ത ക്വാണ്ടിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡ്, എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹൗ ടു മെഷർ ദ ഫോഴ്സ്, ദാറ്റ് ഈസ് ആക്ച്വലി ഗിവൺ ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ പ്രാധാന്യം എന്താണ്? അത് നമുക്ക് ഫോഴ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇൻ ടേംസ് ഓഫ് ദ ആക്സലറേഷൻ അല്ലേ, ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്സലറേഷൻ്റെ ടേംസിൽ വസ്തുവിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത ഫോഴ്സിനെ വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാവുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയെ ലോ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ. ലോ ഓഫ് ഇനേർഷ്യ എന്ന് നമ്മൾ ഫസ്റ്റ് ലോ വിളിച്ച ലോ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ക്വാണ്ടിഫൈങ് ദ ഫോഴ്സ്, ഇറ്റ് മെഷേഴ്സ് ദ ലോസ്, ഓക്കെ, ഫോഴ്സ്. സോ ദാറ്റ്സ് ദ തിങ്. Now the important thing is that Newton's second law and first law actually they are not so separate. Actually we can say that Newton's second law is consistent with the first law. First law യോട് ഒത്തുപോകുന്ന ഒന്നാണെന്ന് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവർ ഒരിക്കലും യാതൊരുവിധ വൈരുദ്ധ്യങ്ങളും കാണിക്കാത്ത, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയുടെ ഒരു കണ്ടിന്യൂവേഷൻ, അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഏതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഫസ്റ്റ് ലോ. ഇനി എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അവ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അവ ഉരുത്തിരിയുന്നത് പോയിന്റ് മാസുകളുടെ മുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. Okay, so Newton's laws of motion, 3 laws of motion are strictly applicable to single point masses. അല്ലേ, പോയിന്റ് മാസസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. എന്താണ് അല്ലേ, സാധാരണ ചലിക്കുന്ന ദൂരത്തെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഒബ്ജക്റ്റ് അല്ലെ, പോയിന്റ് മാസ്. അല്ലെ, ഇഫ് പോയിന്റ് മാസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ ഇഫ് ദ if you can consider the entire mass of an object to be concentrated to a point, we can call it as what? Point mass. അല്ലെ, സൈസ് വളരെ ചെറുത് എന്നുള്ളതാണ് നമ്മൾ പോയിന്റ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി എവറിത്തിങ് ഇസ് റിലേറ്റീവ്, സോ യു ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ദ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ്, ഓക്കെ, ഡ്യൂറിങ് അവർ ഡിസ്ക്രിപ്ഷൻ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ ന്യൂട്ടൻ്റെ നിയമങ്ങളെ റിജിഡ് ബോഡീസിൻ്റെ കേസിലേക്ക്, അതായത് എക്സ്റ്റെൻഡ് ഒബ്ജക്റ്റ്, നമുക്ക് ഒബ്ജക്റ്റുകളെ വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒബ്ജക്ട്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2, okay, in order to apply your laws of motion. One is known as point objects or point masses, and other one is known as extended objects. Extended, okay, അതായത് ഒരു ഫൈനൈറ്റ് സൈസിലേക്ക് വലിപ്പമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുണ്ട്, ന്യൂട്ടോണിയൻ ചലന നിയമങ്ങൾ ദേ ആർ ആപ്ലിക്കബിൾ ടു, ആക്ച്വലി അവരുണ്ടാക്കിയിരിക്കുന്നത് ന്യൂട്ടോണിയൻ നിയമങ്ങൾ സ്ട്രിക്ട്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണം? പോയിന്റ് മാസ് ആയിരിക്കണം, ന്യൂട്ടോണിയൻ ലോസ് ഓർ ന്യൂട്ടൺസ് ലോസ്. എന്നാൽ വളരെ വിശാലമായ, വളരെ വലിപ്പമുള്ള വസ്തുക്കളിലേക്ക്, എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വസ്തുക്കളിലേക്കും നമുക്ക് ന്യൂട്ടൻ്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ഹാവ് coined or we have defined a concept what is known as center of mass. എന്തിനാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഇപ്പം വ്യക്തമായിട്ടുണ്ടാകും കരുതുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെ ഒരു എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട്സിനെ നമുക്ക് വിളിക്കാം റിജിഡ് ബോഡീസ് അല്ലേ. റിജിഡ് ബോഡീസ് ആർ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എക്സ്റ്റെൻഡഡ് ഒബ്ജക്ട്സ്. ഫൈനൈറ്റ് സൈസുള്ള ഇറഗുലർ ഷേപ്പുകളൊക്കെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ റിജിഡ് ബോഡീസ് വിളിക്കുക. എൻ പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട്. ഇത്തരം വസ്തുക്കളിലേക്കും ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ വസ്തുക്കളുടെ മാസ് മുഴുവൻ ഒരു സിംഗിൾ പോയിന്റ് മാസിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. ഈ വസ്തുക്കളെ ഒരു സിംഗിൾ പോയിന്റ് മാസായിട്ട് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ന്യൂട്ടൻ്റെ നിയമങ്ങൾ മാറ്റം കൂടാണ്ട് വലിയ എററുകളൊന്നും ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്
സഹായിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ റിജിഡ് ബോഡി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. സെൻറ്റർ ഓഫ് മാസിനെ പറ്റി റിജിഡ് ബോഡിയെ പറ്റി നമ്മൾ കൂടുതൽ വിശാലമായിട്ട് പിന്നീട് കാണും. എന്നാൽ ഈ കാര്യം ഓർത്തിരിക്കുക, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആർ സ്ട്രിക്ട്ലി ആപ്ലിക്കബിൾ ടു ആക്ച്വലി സിംഗിൾ പോയിന്റ് മാസസ്. ഓക്കെ, സിംഗിൾ പോയിന്റ് മാസ് പറയുന്നത് സി ദ മാസ് ഷുഡ് ബി മൂവിങ് ആസ് എ സിംഗിൾ ഒബ്ജക്റ്റ്. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒരൊറ്റ മാസമായിട്ട് മൂവ് ചെയ്യണം. ദർ ഷുഡ് നോട്ട് ബി ഇൻഡിപെൻഡൻറ്റ് തിങ്സ്. ഓക്കെ, നോ ഇനി ഇത്തരം കേസിൽ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ കണ്ടു കഴിഞ്ഞു. മാത്തമാറ്റിക്കലി നമുക്കറിയാം ഇതേ സ്റ്റേറ്റ്മെൻറ്റിന് വി ക്യാൻ റൈറ്റ് ആസ് വാട്ട് എഫ് വെക്ടർ എഫ് ഓക്കെ ഈക്വൽ ടു ഓർ എഫ് ഈസ് പ്രപ്പോർഷണൽ ടു എന്ന് എഴുതുന്നതിന് പറഞ്ഞ് ഞാൻ ഈക്വൽ ടു ആക്കി മാറ്റുകയാണ് തൽക്കാലം. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, റൈറ്റ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ പ്രോപ്പർലി ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 1 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വേ ഇൻ വിച്ച് വി ഡിഫൈൻ ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. Okay, so dp by dt, and you know that it is written further as d by dt of momentum is mass times velocity. So here actually there are two bifurcations. രണ്ട് വഴികളിലൂടെ മുമ്പോട്ട് പോവാം. ഒന്ന്, there are cases where the mass is varying, അല്ലേ? ചില പ്രോബ്ലങ്ങളിൽ വേരിയബിൾ മാസ് സിറ്റുവേഷൻസ് ഉണ്ട്. വേരിയബിൾ മാസ് സിറ്റുവേഷൻ എക്സാമ്പിൾ നമുക്കറിയാം, റോക്കറ്റ് പ്രൊപ്പൾഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെ റോക്കറ്റ് മുകളിലേക്ക് ഉയരും തോറും അല്ലേ അതിൻ്റെ ഫ്യൂവൽ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്യൂവലിൻ്റെ മാസ് എന്ന് പറയുന്നത് റോക്കറ്റിൻ്റെ ടോട്ടൽ മാസിൽ ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെ ഫ്യൂവലിൻ്റെ മാസാണ്. അപ്പോൾ നമുക്ക് ഈ റോക്കറ്റിൻ്റെ മോഷൻ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാസ് ഓഫ് ദ റോക്കറ്റ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് ഒരിക്കലും എടുത്തുകൂടാ, അല്ലേ? സോ ദർ ബി അറ്റ് എവറി ഇൻസ്റ്റൻറ്റ് സം ഫ്യൂവൽ ഈസ് ഗെറ്റിംഗ് ബേൺഡ് ഔട്ട്. സോ ദർ ബി എ വേരിയേഷൻ ഇൻ ദ മാസ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും മാസിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ദർ ആർ സെവറൽ അതർ വേരിയബിൾ മാസ് സിറ്റുവേഷൻസ് ലൈക്ക് എ ലിക്വിഡ് ഡ്രോപ്പ്, ഓക്കെ, ഓർ എ ഡ്രോപ്പ് ഓഫ് റെയിൻ വിച്ച് ഇസ് ഫോളിംഗ് ഡൗൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസിലൊക്കെ വേരിയേഷൻ വരാം ഡ്യൂ ടു ഇവാപറേഷൻ, അങ്ങനെയൊക്കെ മാസിൽ വേരിയേഷൻ വരാം. അപ്പോൾ വേരിയബിൾ മാസ് സിറ്റുവേഷനെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമുക്ക് മാസിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും മാസിനെ നമ്മൾ പുറത്തേക്ക് അല്ലേ ഈ ഡിഫറൻസിയേഷന് അഫക്റ്റഡ് ആവാണ്ട് പുറത്തേക്ക് എടുക്കുകയും അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് മാറുന്നു, എം ഡി വി ബൈ ഡി ടി. നിങ്ങൾ എത്രയോ തവണ ചെയ്ത ഒരു സ്റ്റെപ്സാണിത്. ആൻഡ് ദിസ് ഡി വി ബൈ ഡി ടി ഓൺലി വാട്ട് വി കോൾ as what the acceleration. So that is your final expression F equal to ma. So the original statement has got dp by dt. Finally we are writing it in the most common way of expressing it, F equal to ma, right? So that is about it. Now ഇവിടെ ഇതിൻ്റെ ഈ വെക്ടർ നൊട്ടേഷൻസ് നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയാം ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലുള്ള ആക്സലറേഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾക്കറിയാം അപ്പോൾ രണ്ട് വെക്ടേഴ്സ് എപ്പോഴാണ് നമ്മൾ ഈക്വൽ എന്ന് പറയുക, വെൻ ദെയർ മാഗ്നിറ്റ്യൂഡ്സ് ആർ ഈക്വൽ. മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ്, ഐ ആം സിംപ്ലി റൈറ്റിംഗ് ഇറ്റ് as if magnitude of the right side is ma, right? So when the magnitudes are equal and also the directions are also equal, അല്ലേ? ഇപ്പോൾ ഡയറക്ഷൻസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ലെഫ്റ്റ് സൈഡിലെ വെക്ടർ എന്ന് പറയുന്നത് ഫോഴ്സ് വെക്ടറാണ്, റൈറ്റ് സൈഡിൽ മാസ് സ്കെയിലർ ആണ്. മാസ് ഇസ് എ സ്കെയിലർ, ഓക്കെ, ഇറ്റ്സ് എ സ്കെയിലിംഗ് ക്വാണ്ടിറ്റി, മൾട്ടിപ്ലൈയിങ് ക്വാണ്ടിറ്റി. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. സോ ഇറ്റ് ഈസ് സ്കെയിൽഡ് വിത്ത് മാസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സ്കെയിലാർ എന്ന് പറയുന്നത്. നമ്മൾ സ്കാലാർ എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വാക്ക് സ്കെയിലാർ എന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് എ മാഗ്നിറ്റ്യൂഡ്. നമ്മൾ എത്ര കൊണ്ടാണോ വലുതാക്കുന്നത്, സ്കെയിൽ അപ്പ് ചെയ്യുക, സ്കെയിൽ ഡൗൺ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് സ്കെയിലാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സോ മാസ് ഇസ് എ സ്കെയിലാർ, സോ ആക്സലറേഷൻ ഈസ് ദ വെക്ടർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഷുഡ് ബി സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ. അതേ കാര്യം തന്നെയാണ് നമ്മൾ പ്രീവിയസ് കണ്ടത്. എന്താണ് ഇവിടെ കണ്ടത്, അല്ലേ? So we have seen that just in the first thing we have seen the what do you say, the external force, അല്ലേ? എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നത്, ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഹാപ്പൻ ചെയ്യുന്നത്, ഹിയർ ദ ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ വിച്ച് ദ ഫോഴ്സ് ആക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചേഞ്ച് എന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്സലറേഷൻ ആണെന്ന് മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം. See, the direction of the force will be same as the direction of the acceleration എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഏത് ഫോഴ്സ് ആണെന്ന് ഓർക്കുക, നെറ്റ് ഫോഴ്സ് ആണ് എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, സോ അപ്പോൾ നമ്മളിങ്ങനെ പറയാം, പ്രീവിയസ് ഫസ്റ്റ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ ഫോഴ്സസ് ആർ ബാലൻസ്ഡ് ആണെന്നുള്ളൊരു അവസ്ഥ പറഞ്ഞു, അല്ലേ? നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു സീറോയുടെ കേസ് പറഞ്ഞു. നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത് നെറ്റ് ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ if there is an unbalanced force acting on the system.
ആ സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും there should be or there must be an acceleration. അവിടെ ഒരു ആക്സലറേഷൻ സംഭവിച്ചേ മതിയാവൂ. ഓക്കെ, ഇനി ആക്സലറേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 രീതിയിൽ അത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്? ഒന്നുകിൽ വസ്തുവിൻ്റെ സ്പീഡിന് മാറ്റം ഉണ്ടാവുക, അല്ലെങ്കിൽ വസ്തു സഞ്ചരിക്കുന്ന വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുക, അല്ലെങ്കിൽ സ്പീഡിലും വസ്തു സഞ്ചരിക്കുന്ന ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടാവുക, അല്ലെങ്കിൽ സ്പീഡും അതോടൊപ്പം ഡയറക്ഷനും രണ്ടും മാറുക, അല്ലേ? അപ്പോൾ അതാണ് നമ്മളത് പറയുന്നത്. എന്താണ്? ദാറ്റ് ഈസ് ദ തേർഡ് കേസ്, ബോത്ത്. ഓക്കെ, സോ ആക്സലറേഷൻ മേ മീൻ, ഓക്കെ, നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ കുറച്ച് കുട്ടികളെങ്കിലും തെറ്റുവരുത്തിയ ഒരു കോൺസെപ്റ്റ് ഇതാണ്, എപ്പോഴും ശ്രദ്ധിക്കണം. വെക്റ്റർ എന്നുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അല്ലേ? ആക്സലറേഷൻ മീൻസ് വാട്ട്? ചേഞ്ച്, അല്ലേ? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടെ രണ്ടിൽ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ വെക്റ്റർ സൈനാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു വെക്റ്റർ മാറുക എന്നുള്ള കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടാവണം. എന്താണ്, അല്ലേ? വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ വെക്റ്റർ ഈസ് നത്തിങ് ബട്ട് എന്താണ്? മാഗ്നിറ്റ്യൂഡ്. അതാണ് നമ്മുടെ സ്കെയിലിംഗ് വരുന്നത്, അല്ലേ? മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും വെക്ടറെ മനസ്സിലാക്കുക, അല്ലേ? ക്വാണ്ടിറ്റീസ് വിത്ത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ ഉണ്ടെന്ന് പറയാം. അപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ സ്കെയിലർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, തൽക്കാലം ഇതിനെ സ്കെയിലറുമായിട്ടാണ്. അപ്പോൾ ഒരു സ്കെയിലർ വിത്ത് ഡയറക്ഷൻ എന്നുള്ളതിനെ നമുക്ക് വെക്ടറായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പം ചേഞ്ച് ഇൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡിൻ്റെ മാറ്റം കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സ്ഥിരമായിരുന്നോട്ടെ ഡയറക്ഷനുള്ള മാറ്റം കൊണ്ടും എന്താണ്? ചേഞ്ച് ഇൻ വെക്ടർ സംഭവിക്കാമെന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലേക്ക് ഉണ്ടാവണം നമ്മൾ വെക്ടറിനെ പറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ. സോ ദാറ്റ് ഇസ് അബൌട്ട് ഇറ്റ്. സോ ചേഞ്ച് ഇൻ സ്പീഡ് കൊണ്ട് ആക്സലറേഷൻ സംഭവിക്കാം, അല്ലേ? സാധാരണഗതി വാഹനങ്ങളുടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ, അല്ലേ? സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന ഒരു കാർ, സ്ട്രെയിറ്റ് റോഡിൽ പോകുന്ന കാർ അതിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരുത്തുന്നു, അല്ലേ? ആക്സലറേറ്റർ നമുക്കറിയാമല്ലോ. ആക്സലറേറ്റർ എന്ന് പറയുന്നത് ആക്സലറേഷൻ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണമായതുകൊണ്ടാണല്ലോ വസ്തുക്കളുടെ, അല്ലേ, കാറുകളുടെ, വാഹനങ്ങളുടെ ആക്സലറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്സലറേറ്റർ അമർത്തുമ്പോൾ ഇതിൻ്റെ സ്പീഡ് 30 km/h നിന്നും 40 km/h ഇതിൻ്റെ സ്പീഡ് മാറി. സഞ്ചരിക്കുന്നത് നല്ല സ്ട്രെയിറ്റ് NH റോഡിലാണെന്ന് കരുതുക. അപ്പോൾ ഡയറക്ഷനിൽ യാതൊരു മാറ്റവും ഇല്ല, പക്ഷേ സ്പീഡിൽ വ്യത്യാസം വന്നു. അവിടെ നമ്മൾ പറയുന്നതാണ് ദർ ഈസ് ആൻ ആക്സലറേഷൻ എന്ന് പറയാറില്ലേ, റൈറ്റ്? ഇനി രണ്ടാമത്തെ കാര്യം, സ്പീഡ് കോൺസ്റ്റന്റ് പക്ഷേ ഡയറക്ഷൻ അനുനിമിഷം മാറുന്നു. ഏതാണ് സാഹചര്യം? അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയാണ് നമ്മൾ സാധാരണഗതിയിൽ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിച്ച് ഓർമ്മയുണ്ടാവും, അല്ലേ? ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവും, അല്ലേ? ഫോർ എക്സാമ്പിൾ ദ ടിപ്പ് ഓഫ് ദ ഹാൻഡ്സ് ഓഫ് എ വാച്ച്, അല്ലെ? ഒരു വാച്ചിൻ്റെ സൂചിയുടെ അഗ്രം. ഓക്കെ, അപ്പോൾ നോക്കുക, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഒരേ സ്പീഡിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഓരോ നിമിഷവും അതിൻ്റെ എന്താണ് വെലോസിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ടാൻജൻഷ്യലായിട്ടായിരിക്കും വെലോസിറ്റി ഉണ്ടാവുക, അല്ലേ? സോ ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഓൾവേസ് അലോങ് ദ ടാൻജൻറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വെലോസിറ്റി ഓരോ നിമിഷവും അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആക്സലറേറ്റഡ് മോഷൻ. കാരണം സർക്കുലർ എന്ന് പറഞ്ഞാൽ തന്നെ അനുനിമിഷം ദിശ മാറുന്നുണ്ടെന്ന് ഓർക്കുക. ദിശ മാറുന്നു എങ്കിൽ ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ പറ്റണം ദർ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഓർ ദർ ഈസ് വാട്ട്? ആക്സലറേഷൻ. യാതൊരുവിധ സംശയം, ഒരു അർത്ഥശങ്കയ്ക്കും ഇവിടെ നൽകാതെ തന്നെ പറയാൻ പറ്റണം, ദിശയിൽ മാറ്റമുണ്ട് എങ്കിൽ അവിടെ ആക്സലറേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ന്യൂട്ടന്റെ ഒന്നാം നിയമത്തിലോ തന്നെയാണ് പറയുന്നത്, അല്ലേ? എന്താണ്? എവരി ബോഡി, അത് നോക്കുക, നമുക്ക് അവിടെ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്, അല്ലേ? എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ വാട്ട് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നില്ല. എവിടെയാണ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇത് പറയാതിരുന്നിട്ടുണ്ട് എങ്കിൽ ഫസ്റ്റ് ലോ ഈസ് ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് ഇത് അതിലെ ഒരു കീ വേർഡാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞ് പരിചയം വന്നു കഴിയുമ്പോൾ എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് കമ്പൽഡ് ബൈ എന്ന് പറയും. അപ്പോൾ അവിടെ ആരെ സ്കിപ്പായി പോയി? ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് സ്കിപ്പായി പോയി. പ്ലീസ് ഡു നോട്ട് സ്കിപ്പ് ദ വേർഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കാരണം ഇതാണ് അതിലെ ഈ ഡെഫിനിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ വേർഡ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം അൺലെസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് പറയുന്നത്, അല്ലേ? അപ്പം ഫോഴ്സ് ഇല്ല എങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലുള്ള വസ്തു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ തുടരും.
എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ see the thing is that change in magnitude can bring in acceleration, or change in direction also can bring in acceleration, or it can be both, like a body whose speed is changing and it is moving along a curved track. അല്ലേ, ഒരു കർവ്ഡ് ട്രാക്കിലൂടെ വ്യത്യസ്ത സ്പീഡിലൂടെ, സ്പീഡ് മാറ്റമുള്ള സ്പീഡിലൂടെ സഞ്ചരിക്കുന്നത് എന്താണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ. ബോത്ത് ആർ വാട്ട് ദ കേസസ് ഓഫ് വാട്ട് ആക്സലറേഷൻ. സോ ആക്സലറേഷൻ എന്ന് കേൾക്കുമ്പോഴേ ഉറപ്പിച്ചുകൊള്ളണം എന്താണ്? there will be either change in speed or in direction or both. Okay, examples കൂടെ എടുത്ത് വെച്ചിരിക്കുക. ആൻഡ് ഫൈനലി നമുക്ക് ഇതിൽ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. F = ma എന്നുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് നിങ്ങൾക്കറിയാം, ഒരു വസ്തുവിൻ്റെ ആക്സലറേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇതാണ്: ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നെറ്റ് ഫോഴ്സ്. ഇത് എപ്പോഴും മനസ്സിലുണ്ടാവണം അല്ലേ. ഒരു വസ്തുവിൻ്റെ ആക്സലറേഷൻ നെറ്റ് ഫോഴ്സിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, acceleration depends not only on the net force, but it also depends on what? The mass of the object. ഓക്കെ, ഇവിടെയാണ് മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഇനേർഷ്യൽ മാസ് എന്ന് പറഞ്ഞൊരു മാസും ഗ്രാവിറ്റേഷൻ മാസ് എന്ന് പറഞ്ഞൊരു മാസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണെങ്കിലും അവയെ ഡിഫൈൻ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ഓക്കെ, സോ സോറി, acceleration is directly proportional to net force, whereas acceleration of an object is what? Inversely proportional to the mass. Okay, and you know that we usually write, okay, what is that? The resultant force. അല്ലേ, ഇതെല്ലാം നമ്മൾ നെറ്റ് ഫോഴ്സ് വിളിക്കുക. ദാറ്റ് ഈസ് സം ഓവർ ഓൾ ഫോഴ്സസ്, സിഗ്മ എഫ് എന്ന് എഴുതാം. അതിനെയാണ് നമ്മൾ നെറ്റ് ഫോഴ്സ് എന്ന് വിളിക്കുക. പല രീതിയിൽ ഇതിനെ എഴുതാൻ പറ്റും. എഫ് നെറ്റ് എന്ന് കണ്ടാൽ സമ്മേഷൻ ഓഫ് ഓൾ ഫോഴ്സസ്, resultant of all forces, that is equal to what? Mass into acceleration. എവിടെയൊക്കെ വെക്ടർ സയൻസ് വേണോ അവിടെയൊക്കെ നിങ്ങൾ വെക്ടർ സയൻസ് ഉപയോഗിച്ച് തന്നെ പഠിക്കണം, ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് എ വെക്ടോറിയൽ അപ്രോച്ച്, റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു കാര്യം ഉറപ്പിക്കാമല്ലോ, എന്താണ്? ഇഫ് എഫ് ഈക്വൽ ടു 0 അല്ലേ, ഇഫ് എഫ് ഈക്വൽ ടു 0 then acceleration should be equal to 0, right? Okay, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒബേ ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0, ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ ടു ഫൈൻഡ് എ സെറ്റ് ഓഫ് റെഫറൻസ് ഫ്രെയിംസ്, എ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ വിച്ച് ദാറ്റ് ബോഡി ഹാസ് നോ ആക്സലറേഷൻ. സച്ച് ഫ്രെയിംസ് ആർ കോൾഡ് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. Or the Newton's laws of motion holds good in such frames. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ നിന്ന് ഒരു ഒബ്സർവർ എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിൻ്റെ ആക്സലറേഷൻ മെഷർ ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, അദ്ദേഹത്തിന് ആ വസ്തുവിൻ്റെ ആക്സലറേഷൻ 0 എന്ന് കിട്ടി. ഇനി അദ്ദേഹം ആ വസ്തുവിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മെഷർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 0 എന്ന് തന്നെ ഫോഴ്സും കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം ആയിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഇനേർഷ്യൽ ആവുകയുള്ളൂ. അപ്പോൾ ന്യൂട്ടൻ്റെ F = ma എന്നുള്ള ഇക്വേഷനിൽ അതേപടിയുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടാൻ സഹായകമാകുന്ന ഫ്രെയിം ഓഫ് റെഫറൻസുകളെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കുക. ബിഫോർ വി കൺക്ലൂഡ് ദിസ് പർട്ടിക്കുലർ വീഡിയോ lecture, okay, let me tell you about one more important point, that the second law is a local relation. The second law of motion is a local relation. എന്താണ് ഈ ലോക്കൽ റിലേഷൻ എന്ന് പറഞ്ഞത്? ഫോഴ്സ് at a point in space and time is related to the acceleration at the same point and time. എന്ന് പറഞ്ഞാൽ see that acceleration is not decided by the history of motion of the particle. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്, നമ്മളൊരു വസ്തുവിനെ കരുതുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ബോഡി ഓഫ് മാസ് എം. ഈ ബോഡി ഓഫ് മാസ് എമ്മിൻ്റെ മുകളിൽ ഏതോ ഒരു ഇൻസ്റ്റൻറ്റ് ടിയിൽ ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നു കരുതുക. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അതേ ഇൻസ്റ്റൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് കരുതണം ഇതിനൊരു ആക്സലേഷൻ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ആൻ ആക്സലേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സും ഈ ആക്സലേഷൻ തമ്മിലുള്ള റിലേഷൻ F = ma എന്നുള്ള റിലേഷൻ നിലനിൽക്കുന്നത് ആ ഇൻസ്റ്റൻറ്റിൽ മാത്രമാണ്. ഇതിന് ശേഷം ആഫ്റ്റർ സം ടൈം, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ആക്സലറേറ്റിംഗ്, you cannot connect that later acceleration of the object with an earlier force. മുമ്പ് എപ്പോഴോ ആക്ട് ചെയ്യപ്പെട്ട ഒരു ഫോഴ്സുമായിട്ട്
നമുക്ക് പിന്നീട് നടക്കുന്ന ഒരു വസ്തുവിൻ്റെ ആക്സലറേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കണക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദ ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ ആർ ലോക്കലൈസ്ഡ്. ഓക്കെ, അല്ല എങ്കിൽ force at a point in space means location of the particle at a certain instant of time is related to the acceleration at the same point at the same instant, or acceleration is not decided by the history of motion of the particle. Okay, അപ്പോൾ ആക്സലറേഷൻ ഒരിക്കലും ആ വസ്തുവിൻ്റെ മുകളിൽ മുൻപ് ആക്ട് ചെയ്ത ഫോഴ്സുമായിട്ട് ഒരിക്കലും കണക്റ്റഡ് ആവില്ല. ഓരോ ഫോഴ്സും ആക്ട് ചെയ്യുന്നു, ആ ഫോഴ്സിന് ആനുപാതികമായിട്ടുള്ള ഒരു ആക്സിലേഷൻ അനുനിമിഷം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, ഒരു ബോഡി യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ അതിന് യൂണിഫോം മോഷന് ആരാണ് തുടക്കമിട്ടത് എന്നുള്ളതല്ല പ്രശ്നം. ഓക്കെ, തീർച്ചയായിട്ടും വസ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇഫ് ദ ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, ആ കോൺസ്റ്റന്റ് വെലോസിറ്റി സഞ്ചരിക്കാൻ അവിടെ എന്താണ് ആദ്യം കൊടുത്ത ഫോഴ്സാണ് കാരണമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഓക്കെ, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സഞ്ചരിക്കാൻ വേണ്ടി വസ്തുവിന് ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ആൻഡ് വി വിൽ അപ്ലൈ ഓൾ ദീസ് തിങ്സ് ഇൻ കമ്മിങ് പ്രോബ്ലംസ്, ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ്. സോ ബിഫോർ വി കൺക്ലൂഡ് ഇറ്റ്, so let's have a quick look at the Newton's third law for completeness. So the Newton's third law states that to every action there is always an equal and opposite reaction. So which says that the forces always appear in pairs. അല്ലേ, ഫോഴ്സുകൾ എപ്പോഴും ഒരു പെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുക, or they arise in pairs എന്നുള്ളൊരു ആശയമാണ് ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത്. അത്തരത്തിലുള്ള പെയർ ഓഫ് ഫോഴ്സസിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ പെയർ എന്നാണ് വിളിക്കുക. The Newtonian pair, like you know, right, FA is not force on A, force exerted by A on B എന്ന് പറയുന്ന പോലെ. So that will be equal and opposite toward the force exerted by B on A. A on B is equal and opposite to force exerted by B on A. So that is the meaning, right? Or the magnitude of the forces action and reaction are equal, the magnitude, okay, and their directions are opposite. And see the word action, see there is action and reaction. One thing to be taken care of, നിങ്ങൾ മുൻപും പഠിച്ചിട്ടുണ്ടാവും, ആക്ഷൻ ആദ്യം നടക്കുന്നതും റിയാക്ഷൻ രണ്ടാമത് നടക്കുന്നതല്ല. There is no any time what the delay between action and reaction. Never take it like that. ഓക്കെ, ആദ്യം നടന്നത് ആക്ഷനും രണ്ടാമത് നടന്നത് റിയാക്ഷനുമായിട്ട് നമ്മൾ ഒരുപക്ഷെ കരുതിയേക്കാം. അങ്ങനെയില്ല. ഓക്കെ, ആക്ഷൻ റിയാക്ഷൻ പെയറിൽ ന്യൂട്ടോണിയൻ പെയർ ഓഫ് ഫോഴ്സസിൽ അതിൽ നമ്മൾ ഏതൊന്നിനെ വേണമെങ്കിലും ആക്ഷൻ എന്ന് വിളിക്കാം, മറ്റതിനെ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഞാൻ എഫ് എ ആക്ഷൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എഫ് ബി വിൽ ബി റിയാക്ഷൻ. ആൻഡ് ഇഫ് ഐ കോൾ എഫ് ബി ആസ് ദ ആക്ഷൻ, ദെൻ എഫ് എ ഷുഡ് ബി വാട്ട്, റിയാക്ഷൻ. മീൻസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഇൻസ്റ്റന്റേനിയസ്. അവ രണ്ടും ഒരേ ഇൻസ്റ്റന്റിൽ സംഭവിക്കുന്നവയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആക്ഷൻ ഹാപ്പൻഡ് യെസ്റ്റർഡേ ആൻഡ് റിയാക്ഷൻ ഇസ് ഹാപ്പനിങ് ടുമോറോ. നോ, action and reaction are instantaneous. That's always important. So any one of the pair out of the Newtonian pair can be regarded as action and other as what, reaction. That is our freedom. Okay, and see the Newton's third law gives an idea that the force is the result of interaction between two systems. Okay, അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ കാരണം. ഓക്കെ, ഇൻട്രാക്ഷൻ ആണ് ഫോഴ്സസ് എന്ന് ഉള്ള ഒരു ഐഡിയ, അല്ലെ ഫോഴ്സിന് കാരണമാകുന്നത് ഇൻട്രാക്ഷൻ ആണ് എന്നുള്ള ഒരു ആശയമാണ് ന്യൂട്ടന്റെ തേർഡ് ലോ മുമ്പോട്ട് വയ്ക്കുന്നത്. ആൻഡ് ഫൈനലി ദ റെലവൻസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ ഈസ് ദാറ്റ് ഇറ്റ് ലീഡ്സ് അസ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നിങ്ങൾ ഓർമ്മയുണ്ടാവും, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടന്റെ തേർഡ് ലോ ആയിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിയമമാണ് എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനും തിരിച്ചറിയാനും നമ്മളെ സഹായിക്കുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. സോ ദിസ് വാസ് എ ക്വിക്ക് റീക്യാപ്പ് ത്രൂ ദ ന്യൂട്ടൺസ് ലോസ്, 3 laws of motion that you are already familiar with. Now we will be applying them in problems, and we will see how to verify Newton's laws using experiments. ന്യൂട്ടന്റെ നിയമങ്ങളെ എക്സ്പെരിമെൻസിലൂടെ എങ്ങനെ വെരിഫൈ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ലീനിയർ എയർ ട്രാക്ക് എക്സ്പെരിമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സെഷനിൽ ഡീൽ ചെയ്യും. നിങ്ങൾ ഓൾറെഡി ലീനിയർ എയർ ട്രാക്കിൻ്റെതായ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. സോ വി വിൽ ഡിസ്കസ് മോർ ഓൺ ദോസ് എക്സ്പെരിമെൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ന്യൂട്ടൺസ് ലോസ് ബെറ്റർ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.